ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായല്ലേ? കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ 3:30 മണിയായപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 4 മണിയായപ്പോഴേക്കാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളത്. ചോറ് വെക്കാനുള്ള വെള്ളം കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ആ വെള്ളം ഒന്ന് ചൂടായി കിട്ടുന്ന സമയം കൊണ്ട് ഒരു കാപ്പി കുടിക്കാമെന്ന്. അപ്പോ അങ്ങനെ കാപ്പി ഇടുന്നുണ്ട് കേട്ടോ. കാപ്പി റെഡിയാക്കി എടുത്ത നേരം കൊണ്ട് കുക്കറിലെ വെള്ളം അങ്ങ് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ വേണം അരി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ. ഇന്ന് കുറച്ച് ചോറ് മാത്രമാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. രാത്രിയിലത്തേക്ക് വേണ്ടത് രാത്രി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് അരി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. അരിയിൽ ഒരുപാട് കെമിക്കൽസും അതുപോലെ കളറും ഒക്കെ ചേർത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ആത്മസംതൃപ്തി തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ ഫീൽ ചെയ്യാറുള്ളത്? അപ്പോൾ ഞാനിത് ചൂടുവെള്ളത്തിലാണ് എപ്പോഴും കഴുകി വൃത്തിയാക്കി അടുപ്പിലേക്ക് വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. രാത്രി തന്നെ മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഉപ്പും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 3 വിസിലടിക്കുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ എയർ ഫുള്ള് കളഞ്ഞിട്ട് വേണം ഒരു കലത്തിലേക്ക് ഇത് മാറ്റി ഒന്ന് ചോറ് വാർത്തെടുക്കാൻ. പിന്നെയുണ്ടല്ലോ, രാവിലെ നമുക്ക് 8 മണിയാകുമ്പോഴേക്കും ഫുൾ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ജെന്യുവനായിട്ട് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും. ഒരു 3:30-4 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഒരു 3 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ മാക്സിമം നമ്മുടെ എല്ലാ പണികളും കിച്ചണിൽ തീർക്കാൻ പറ്റും. മക്കളെ സ്കൂളിൽ വിട്ട് ഒരു ഭാഗത്ത് നമുക്ക് പോയി ഇരിക്കാനും പറ്റും. ഞാൻ ഈ ഒരു രീതിയാണ് കേട്ടോ ട്രൈ ചെയ്യാറുള്ളത്. രാവിലെ ഒരു 3:30 മണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് എൻ്റെ റെഗുലർ റുട്ടീനൊക്കെ കഴിഞ്ഞ് ഞാനൊരു കിച്ചണിലേക്ക് ഒരു 4 മണിയാകുമ്പോഴേക്കും കയറും. എന്നിട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത ശേഷം ഇഡ്ഡലിത്തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇഡ്ഡലി കുക്കറിലാണ് കേട്ടോ ഞാനെപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇടിയപ്പവും ഇതിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കാറുള്ളത്. ഇതാകുമ്പോൾ അറ്റ് എ ടൈം 20 ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ കിടക്കുന്ന സമയത്ത് രാത്രി തന്നെ രാവിലത്തെ പണികളെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും, ചോറിന് കറി എന്ത് വെക്കും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ ഒരു പ്ലാനിങ്ങോടുകൂടി കിടക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എണീച്ച് വരുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ജോലികൾ എളുപ്പം തീർക്കാൻ പറ്റും. ഇനി നമ്മൾ രാത്രി പ്ലാൻ ചെയ്യാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. എന്നാലും രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് ആലോചിച്ച് ഒന്ന് പ്ലാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ പണികൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ രാത്രി പ്ലാൻ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് രാവിലത്തെ പ്ലാനിങ്ങിൽ കിട്ടണം എന്നില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, കിച്ചൺ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം എന്നുള്ളതാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിക്കണം. കിച്ചണിൽ നല്ല പോസിറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് അവിടെ നിന്നും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. രാത്രി കിടക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം. എന്നാലാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ കിച്ചൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്യാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാകില്ല. ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. സാമ്പാറാണ് കേട്ടോ ഇഡ്ഡലിക്ക് റെഡിയാക്കുന്നത്. അതുപോലെ ഉച്ചയ്ക്ക് കറിക്കും സാമ്പാർ കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കും സാമ്പാർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പരിപ്പ്, വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് തുവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്.
നമ്മളുടെ കിച്ചൺ ഡേർട്ടി ആയിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് മെസ്സപ്പായാണ് രാത്രി കിടക്കുന്നതെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അതിൽ നിന്ന് ഒരു പോസിറ്റീവ് വൈബോ അല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാനുള്ള ഇൻട്രസ്റ്റോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്കുക. കുക്കറിൽ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ എയർ കളഞ്ഞ് കുറച്ച് വെള്ളം മുകളിലൂടെ ഒഴിച്ചു കൊടുത്ത ശേഷമാണ് കേട്ടോ കുക്കർ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഇതൊരു കലത്തിലേക്ക് മാറ്റി ചോറ് വാർത്തെടുക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ എനിക്ക് ഇതുപോലെ വെളുപ്പാങ്കാലത്ത് തന്നെ പണികളൊക്കെ തീർത്ത് ഒന്ന് ഫ്രീ ആകാൻ പറ്റുന്നത്. അതേസമയം സ്കൂള് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇത്ര നേരത്തെ എൻ്റെ പണികളൊന്നും തീരാറില്ല കേട്ടോ. അത് മിക്ക അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. കുട്ടികൾക്ക് സ്കൂളുള്ളപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പണികളെല്ലാം തീർക്കും. എന്നാലോ സ്കൂളില്ലാത്ത ദിവസം നമ്മൾ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കിച്ചണിലെ പണികളും എല്ലാം പെൻഡിങ് ആകും അല്ലേ? അങ്ങനെയല്ലേ? ശരിയല്ലേ? സാമ്പാർ ഉണ്ടാക്കുന്നതേ ഒരുപാട് പച്ചക്കറികളൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ കുമ്പളങ്ങയും മത്തങ്ങയും ഉരുളക്കിഴങ്ങും തക്കാളിയുമാണുള്ളത്. അപ്പോൾ ഇത് 4 ചേർത്താണ് ഞാൻ സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ ഇതുപോലെ ക്യൂബ്സായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ കുട്ടികൾ പോകുന്ന ദിവസമാണ് കേട്ടോ, സ്കൂളിൽ പോകുന്ന ഒരു ദിവസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താണെന്ന്. കാരണം നമ്മുടെ പണികളൊക്കെ രാവിലെ തന്നെ തീർക്കാൻ പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ. അതേസമയം സ്കൂളില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ നമ്മളും ലേറ്റായിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കിച്ചണിലെ വർക്കുകളൊക്കെ പെൻഡിങ് ആകും. അങ്ങനെയുള്ള ദിവസം എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഒരു ഫുൾ ഡേ കിച്ചണിൽ സ്പെൻഡ് ചെയ്ത പോലെയാണ്. അതേസമയം സ്കൂളുള്ള ദിവസമാണെങ്കിൽ രാവിലെ ഒരു 8 മണിയോടുകൂടി കിച്ചണിലെ എല്ലാ ജോലികളും തീർത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ട് വേണം കാസറോളിലേക്ക് മാറ്റാൻ. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടിയിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ പരിപ്പൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഈ സാമ്പാർ വെക്കുന്ന ദിവസം ഉണ്ടല്ലോ, രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കണക്കാക്കി തന്നെയാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പണി എളുപ്പമായിട്ട് തോന്നും. മക്കൾക്ക് സ്കൂളിലും സാമ്പാർ തന്നെ കൊടുത്തുവിടാം. ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പുളിക്ക് വേണ്ട തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിപ്പോൾ 2 തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. 2 തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണം കുക്കറിന് മൂടി ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാൻ. ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെജിറ്റബിൾ ഒക്കെ കുക്കായി കിട്ടും കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് സാമ്പാറിന്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വിസിലടിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇഡ്ഡലിത്തട്ടിന്റെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് കാസറോളിലേക്ക് മാറ്റാം. പിന്നെ ഉണ്ടല്ലോ,
അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ ശ്രമിക്കുക. ഓരോ പാത്രങ്ങൾ ഒഴിയുന്നതനുസരിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അത് കുമിഞ്ഞുകൂടി നമുക്ക് ഇരട്ടിപ്പണിയാവുന്ന രീതിയിലേക്ക് ആവില്ല. ഒരുപാട് പാത്രങ്ങളാവുമ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയായിട്ട് ഫീൽ ചെയ്യും. പാത്രം കഴുകലിനോട് ഒരു മടുപ്പും ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊഴിവാക്കുന്നതിന് ഓരോ പണിയുടെ ഇടയിലും വരുന്ന പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കാൻ ശ്രമിക്കുക. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ഇഡ്ഡലി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി റെഡിയായി കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയാണ് മാവ് കുഴച്ച് വെക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. ഈ ഒരു ഇഡ്ഡലി കുക്കർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ ഒറ്റ ഒരു ട്രിപ്പ് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. അപ്പോൾ പാത്രങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അറ്റ് എ ടൈം ഒരുപാട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള പാത്രങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും പണി എളുപ്പമാക്കാൻ പറ്റും. ഈ ഇഡ്ഡലി കുക്കർ ഒരുപാട് പഴയതാണ് കേട്ടോ. എന്നാലും ഞാനിത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണി നമുക്ക് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. ഒരുപാട് വിശേഷങ്ങളുമായി ഇനിയും എത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.